ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും സുഖല്ലേ? ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. എല്ലാവരും സേഫ് അല്ലേ? നല്ല മഴയാണില്ലേ എല്ലായിടത്തും. ഇപ്പം നല്ല മഴയാണ്, നല്ല പേടിയാണ്. ഓരോരോ വാർത്തകളൊക്കെ കാണുന്നുണ്ട്. എല്ലാവരും സേഫായിട്ട് ഇരിക്കാട്ടാ. ഇത് മഴ തുടങ്ങുന്നതിന് മുമ്പുള്ള ഞായറാഴ്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ. തുടങ്ങുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് മഴ പെയ്യാണ്ട് ചെറിയ രീതിയിലൊക്കെ മഴ പെയ്യുന്ന സമയത്ത് വീഡിയോ ആണ് ഇട്ടത്. രാവിലെ എണീച്ചിട്ട് അടയായിട്ട് ഉണ്ടാക്കിയത്, നമ്മളെ ഇലട ഉണ്ടല്ലോ അതായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ഞായറാഴ്ച ആയ കാരണം കൊണ്ട് തന്നെ ഒക്കെ മക്കളൊക്കെ വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു മറ്റേ ചെറിയ സൈക്കിളിൻ്റെ വീലെടുത്തിട്ട് വലിയ സൈക്കിളിടുന്ന പരിപാടിയിലാട്ടോ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കണം, അതിൻ്റെ ഇടയിൽ വന്ന് നോക്കിയതാട്ടാ. കുറച്ച് നേരത്തെ ആ പരിപാടിക്കൊക്കെ ശേഷം പിന്നെ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി നിന്നുട്ടാ. ടി വിയിൽ നോക്കിയിട്ട് ഡ്രോയിങ് ഉള്ള ചാനൽ എടുത്തിട്ട് അതിന് പോസ് ചെയ്തിട്ട് രണ്ടാളും കൂടി വരച്ച് പഠിക്കുക കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഡ്രോയിങ്. അപ്പോൾ പിന്നെ നമുക്ക് ആ ചാനൽ വെച്ച് കൊടുക്കൂട്ടാ. പിന്നെ ഞാൻ പോയിട്ട് തിരുമ്പാളൊക്കെ തിരുമ്പാന്നു. യൂണിഫോം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മെഷീനിലിടാൻ പറ്റാത്തതൊക്കെ ഞാൻ കല്ലുമ്പോൾ തിരുമ്പിട്ടോ. അല്ലാത്തതൊക്കെ വാഷിംഗ് മെഷീനിലിട്ടിട്ട് തിരുമ്പ ചെയ്യാട്ടാ. ഇന്ന് വേഗം പണികൾ കഴിക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസം ഒരുപാട് നേരം പണികളായിട്ടിരിക്കുന്നത് ഇക്കാക്ക് ഇഷ്ടമല്ലാട്ടാ. വേഗം പണികൾ തീർക്കണം. എന്നിട്ട് പിന്നെ കുക്കിംഗ് ലാസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വേഗം എന്നാലും അത്യാവശ്യം നേരത്തെ തന്നെ എന്താ പറയുക അടിച്ചു വാരലും പിന്നെ അതുപോലെ തന്നെ തുടക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുക്ക് ചെയ്യാന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഞാൻ. ഇത് കാണുമ്പോൾ പറമ്പടിച്ചേരിയ പോലെ ഉണ്ടല്ലേ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ പിള്ളേരെ എടുത്തിട്ട് അതിന് ബാക്കി അവശിഷ്ടങ്ങളൊക്കെ കളിക്കാൻ വേണ്ടി എടുക്കൂട്ടാ. അതിന് മത്സരമാണ് ഇവിടെ രണ്ടുപേരും. അപ്പോൾ അതാണ് എല്ലാം കാര്യങ്ങളൊക്കെ കാണും. ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കൈ കഴുകിയിട്ട് ചിക്കൻ വറുക്കാട്ടൂട്ടാ. ബിരിയാണി ആക്കാന്നിട്ട് വിചാരിച്ചത്. ചിക്കൻ വറുത്ത് പിന്നെ മസാല സെറ്റാക്കുക. അതിൻ്റെ ഇടയിൽ തുടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് തുടക്കലും പിടിക്കലൊക്കെ കഴിച്ചുട്ടാ. വീട്ടിലത്തെ എല്ലാ പണികളും കഴിഞ്ഞ് അടി തൊട കുക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്ത് വെച്ച ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നോക്കണ ഒരു പരിപാടിയില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നെ ഒരു കാര്യമാണത്. അത് നിങ്ങൾക്കും ഉണ്ടാവില്ലേ? ഫുഡ് ദമ്മയിലൊക്കെ പരിപാടിയൊക്കെ ചെയ്ത് നിൽക്കേണ്ട. നമ്മൾ എപ്പോഴും ചെയ്യാത്ത പോലെ ഇരുമ്പ് ചട്ടിയിലാട്ട ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറേ ഒരു 4-5 മാസത്തോളമായി ഗ്യാസ് ഇല്ലാട്ടാ. പിന്നെ കച്ചമ്പറൊക്കെ ഉണ്ടാക്കി വെച്ച് മക്കളൊക്കെ കുളിപ്പിച്ച് ചെറിയ ആൾ പോണത് വാപ്പാടെ പിന്നാലെ പോവട്ടാ വാഴല വെട്ടാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ വലിയ സന്തോഷം കണ്ടെത്തതാണ് നമ്മൾ കേട്ടോ. ഇപ്പോൾ വാഴയിൽ വെട്ടിയിട്ട് ബിരിയാണി കഴിക്കണം പറഞ്ഞിട്ട് വാഴല വെട്ടാൻ ഞാനേട്ടാ പറഞ്ഞയച്ചത്. വാഴല വെട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് പ്ലേറ്റും കഴുകണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ പിള്ളേർ ഭയങ്കര ഇതിൽ പോസ്റ്റിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ഇരിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. എന്താ വെച്ചാൽ ഫ്രണ്ടിൽ ഇരിക്കലാണ് കുറച്ചും കൂടി നല്ലത് തോന്നി. എന്തായാലും ഇലയിലിടുമ്പോൾ എന്തായാലും അടക്കം ഫുഡൊക്കെ ആവും. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും കോലയത്തിൻ്റെ പിന്നെ കോലയം മാത്രം തുടച്ചെടുത്താൽ മതിയല്ലോ. പിന്നെ എല്ലാവർക്കും കൂടി ഇലട്ടിട്ട് ഇരിക്കാനുള്ള സ്പേസും ഇല്ല ടേബിളിൽ. അപ്പോൾ മക്കളെ താഴ്ത്തിരുത്തി കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ടേബിളും ഇരുന്നു. അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ കാണാൻ വലിയ ലുക്കില്ല അല്ലേ. അതിന് വലിയ സുഖം ഉണ്ടായിരുന്നില്ല. പക്ഷേ മസാലയും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ആണ്. കുറച്ച് സ്പൈസി ആയിട്ടാണ് കുട്ടികൾ പറയേണ്ടായിരുന്നു. നല്ല എരിവുണ്ട്. എപ്പോഴും എരിവ് കുറച്ച് കുറവാക്കി കഴിഞ്ഞാൽ മക്കൾക്ക് ഈ ഇത്തം കണ്ടു കഴിഞ്ഞാൽ തോന്നും 3 പേര് നല്ല കുട്ടികളാണ് ഇരുന്ന് കഴിച്ചോളുന്നില്ലേ. പക്ഷെ ഒരിക്കലല്ല കേട്ടോ. അത് അമ്മ വാരിക്കൊടുക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് കുറച്ച് എരിവും കൂടിയ കാരണം കൊണ്ട് വെള്ളം കുടിച്ച് വയറ് വീർപ്പിക്കും. പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ മക്കൾക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം സമാധാനത്തിൽ ഇരുന്ന് എനിക്ക് കഴിക്കണം. അതാട്ടെ എൻ്റെ ഒരു സ്വഭാവം. ചെറുപ്പം എന്താ പറയുക നമ്മളെ ദുനുവിനുള്ളപ്പോൾ തന്നെ ഫസ്റ്റത്തെ കുട്ടിയാകുമ്പോൾ തന്നെ ഞാൻ അങ്ങനെയാണ്. എന്നിട്ട് എന്നോട് പറയും, കടുമ്പൊക്കെ പറയും എന്നോട്, ഫസ്റ്റ് നീ കഴിച്ചിട്ട് കുട്ടി കൊടുത്താൽ പോരെ ചോദിക്കും. പക്ഷേ എനിക്കൊരു സമാധാനത്തിൽ ഇരുന്ന് കഴിച്ച് പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവരെടുത്ത് നടന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയായിട്ട് ചെയ്യാം. ആ സ്വഭാവം തന്നെയാണ് ഇപ്പോഴും എനിക്ക് അവർക്ക് കൊടുത്തതിന് ശേഷം കഴിക്കാനൊക്കെ കുറച്ച് അധികം സമാധാനമാണ്. അങ്ങനെ അവർക്കൊക്കെ കൊടുത്ത് ഞാനും കഴിച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ ഉണ്ട് എല്ലാവരും നല്ല ഉറക്കം പാസ്സാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉറങ്ങാൻ പോയില്ല കേട്ടോ. ഞാൻ വന്നിട്ട് കുറച്ച് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മോമോസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ചെയ്തു ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ മക്കൾ നീറ്റ് വന്ന് അവളെ മേലേക്ക് കൊടുത്തു, മുടിയൊക്കെ മടിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അപ്പത്തിന് നമ്മൾ മോമോസൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെടുത്തിട്ട് ഇങ്ങനെ വെന്തില്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുകയാണ് കേട്ടോ കാണുന്നത്. തൊട്ടും പിടിച്ചൊക്കെ നോക്കിയിട്ട് വെന്തില്ലേ എന്നുള്ള ഉറപ്പ് വരുത്തുകയാണ്. ടേബിൾ പതിവ് പോലെ പാലിക്ക് പുറത്തേക്ക് തന്നെ ഇട്ടിട്ട് നമ്മൾ ചാടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇങ്ങനെ ഇരുന്ന് ഇത്രയും നല്ല രീതിയിൽ
ഇരുന്നിങ്ങനെ ഒരുമിച്ച് അങ്ങനൊന്നും ചായ കുടിക്കുന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷെ അന്നത്തെ ദിവസം എന്തോ എല്ലാത്തിനും നല്ലൊരു ഒത്തൊരുമ ഉണ്ടായിരുന്നു ചായ കുടിക്കാനൊക്കെ കേട്ടോ. ഞായറാഴ്ച ദിവസം ചോറ് കഴിക്കാനൊക്കെ നമ്മൾ ഒരുമിച്ചിട്ട് ഇരിക്കുക. എങ്കിലും ചായയുടെ കടിയൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കുകയൊന്നുമില്ല. രാവിലത്തെ അടയുണ്ടായിരുന്നു കേട്ടോ ബാക്കി. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചായ കുടിച്ചു കേട്ടോ. അത് മോനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രസമുണ്ട് ഇടാ, കഴിച്ചോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ചെറിയ കുട്ടികൾക്ക് കുറച്ച് ആക്കം വരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കട്ടെ, എവിടെ അവൻ കഴിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഞായറാഴ്ചത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.